The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. ஒவ்வொரு பூக்களுமே சொல்கிறதே வாழ்வென்றால் போராடும் போர்க்களமே ஒவ்வொரு விடியலுமே சொல்கிறதே இரவானால் பகலொன்று வந்திடுமே நம்பிக்கை என்பது வேண்டும் நம் வாழ்வில் லட்சியம் நிச்சயம் வெல்லும் ஒரு நாளில் மனமே ஓ மனமே நீ மாறிவிடு மலையோ அது பனியோ நீ மோதிவிடு ஒவ்வொரு பூக்களுமே சொல்கிறதே வாழ்வென்றால் போராடும் போர்க்களமே. ഹലോ, സോഷ്യൽ ക്ലാസ് മാറിയോ എന്ന് വിചാരിച്ചോ? സോഷ്യൽ ക്ലാസ് തന്നെയാണ്, സോഷ്യൽ ടീച്ചർ തന്നെയാണ്. എന്നും ഹായ് മൈ ഡിയർ ചിൽഡ്രൻ, ഹൗ ആർ യു എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ തുടങ്ങുക. അപ്പോൾ ഇന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കണോ? ഇന്ന് ടീച്ചർ ഈ പാട്ട് പാടി തുടങ്ങാനൊരു കാരണമുണ്ട്. ഇപ്പം നമ്മളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് ഈ പാട്ടിന് ഒരു കണക്ഷനുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ കോവിഡൊക്കെ ബാധിച്ച് നിങ്ങൾക്ക് സ്കൂളിലേക്ക് വരാൻ പറ്റുന്നില്ല. കോവിഡിൻ്റെ പ്രശ്നങ്ങൾ കാരണം കൊണ്ട് എല്ലാവർക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രശ്നങ്ങളുണ്ട് അല്ലേ? അപ്പോൾ ആ പ്രശ്നങ്ങൾക്കിടയിൽ ഇങ്ങനെയുള്ള പാട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഈ പാട്ടിൽ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു പോരാട്ടമാണ്. അതിൽ നമുക്ക് ഉയർച്ചകളുണ്ടാവാം, താഴ്ചകളുണ്ടാവും, സങ്കടങ്ങളുണ്ടാകാം, ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ ഇതൊക്കെ ഉണ്ടാവും. ഇതിനെല്ലാം നമ്മൾ ഓവർകം ചെയ്ത് ഏത് പ്രതിസന്ധികളെയും നമ്മൾ തരണം ചെയ്ത് മുന്നിലോട്ട് വരണം എന്നാണ് ഈ പാട്ടുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഒരുപാട് വരികൾ, ഇനിയുള്ള വരികളൊക്കെ അങ്ങനെ തന്നെയാണ്, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യിക്കാനായിട്ട് പറ്റിയൊരു പാട്ടാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കാണെങ്കിലും അതെ, ടീച്ചേഴ്സിനാണെങ്കിലും പാരൻസിനാണെങ്കിലും എല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ നമ്മളെല്ലാവരും ഓരോ സ്ട്രെസ്സ് ഫേസ് ചെയ്യുന്നുണ്ട്. പുറത്തിറങ്ങാൻ പറ്റില്ല, പല കാര്യങ്ങളും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഈ സമയവും കടന്നു പോകും അല്ലേ? എപ്പോഴും ഒരുപോലെ ആയിരിക്കുമല്ല. ഈ സമയങ്ങളൊക്കെ മാറി അതിനെയൊക്കെ ഫേസ് ചെയ്ത് എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നമ്മളെപ്പോഴും എന്ത് കാര്യം വരുമ്പോഴും എന്ത് ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ച് നമ്മൾ അതിനെ ഓവർകം ചെയ്യും, അല്ലെങ്കിൽ പ്രതിസന്ധികളെ തരണം ചെയ്യുന്നു എന്ന് മനസ്സിൽ ഉറപ്പിക്കുക. അപ്പോൾ നമുക്ക് ലൈഫിൽ എപ്പോഴും സക്സസ് ഉണ്ടാവും. പിന്നെ ടീച്ചർക്ക് ഇന്ന് പറയാനുള്ള വേറൊരു കാര്യം മൊബൈൽ ഫോണുമായിട്ട് കണക്റ്റഡാണ്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പം നിങ്ങൾ കൂടുതലായിട്ടും മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ട് ഓൺലൈൻ ക്ലാസ് കാണാനായിട്ട്. അപ്പോൾ എങ്ങനെ യൂസ് ചെയ്യണം, എപ്പോഴൊക്കെ യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം ഇപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെയുള്ളൊരു കോൺടാക്റ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ എപ്പോഴെങ്കിലും നിങ്ങളെ വിളിക്കാറുണ്ട്, വാട്സപ്പ് വഴി കോൺടാക്റ്റ് ഉണ്ട്. എന്നാലും അതിനൊരു ലിമിറ്റ് ഉണ്ട്, നമ്മൾ എന്നും കാണണ പോലെയല്ല. അതുപോലെ തന്നെ വർക്കിംഗ് പാരൻസിൻ്റെ കാര്യമാണെങ്കിൽ അവർ രാവിലെ പോയി വൈകിട്ടാണ് വീട്ടിലേക്ക് വരിക. എന്നും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ സമയം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആവശ്യങ്ങൾക്ക് മാത്രമായിട്ട് യൂസ് ചെയ്യുക. എന്നും നമ്മൾ സ്കൂളിൽ പറഞ്ഞു തരാറുള്ള ഒരു കാര്യമുണ്ട്, മൊബൈൽ കൂടുതലായി യൂസ് ചെയ്യാൻ പാടില്ല എന്ന്. അതുതന്നെയാണ് ഇപ്പോഴും ടീച്ചർ പറയണത്. മൊബൈൽ നമുക്ക് യൂസ് ചെയ്യാം, ആവശ്യങ്ങൾക്ക് മാത്രം യൂസ് ചെയ്യാം. ക്ലാസ്സുകളൊക്കെ വൃത്തിയായിട്ട് കാണാം. ടീച്ചേഴ്സ് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കണ്ടില്ലെന്ന്
നമ്മൾ കാണാതിരിക്കരുതല്ലോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും വൃത്തിയായി കാണുക. നമ്മുടെ ഉത്തരവാദിത്തം കുറച്ചുകൂടെ നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾ തന്നെ ഏറ്റെടുക്കേണ്ട ഒരു സമയമാണിത്. നിങ്ങൾ പ്രൂവ് ചെയ്യുക, എല്ലാം കറക്റ്റായിട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിനെ വിളിക്കുക. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഈ സമയവും കടന്നുപോയി നമ്മളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു സമയം വരും. എന്തും ഓവർകം ചെയ്യാനുള്ളൊരു മൈൻഡാണ് നമുക്ക് ആദ്യം വേണ്ടത്. ഏത് പ്രതിസന്ധികളും തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നുള്ളൊരു കോൺഫിഡൻസാണ് നമുക്ക് വേണ്ടത്. അതുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്തും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് പറഞ്ഞത് 2 കാര്യങ്ങളാണ്. ആദ്യം പറഞ്ഞത് ലൈഫിലെ പ്രോബ്ലംസിനെ നമ്മൾ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് വരിക, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. രണ്ടാമത്തെ കാര്യം മൊബൈലുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ്. മൊബൈൽ ഫോൺ എപ്പോൾ യൂസ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ എപ്പോഴും ആലോചിക്കുക, ആലോചിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കുക. പിന്നെ ഇപ്പോൾ നമുക്കറിയാം കോവിഡ് കുറച്ചുകൂടെ സ്പ്രെഡ് ചെയ്ത് വരുന്ന സമയമാണ്. അപ്പോൾ കെയർഫുള്ളായിട്ടിരിക്കുക, സേഫായി വീട്ടിൽ തന്നെ ഇരിക്കുക, കഴിയുന്നതും യാത്രകളൊക്കെ ഒഴിവാക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. Now back to our class. So in the last class we have learned about Egyptian civilization. Now let us learn a new civilization, Mesopotamian civilization. The word Mesopotamia means the land between 2 rivers. That is, Mesopotamia is the land between Euphrates and Tigris. And these rivers, that is Euphrates and Tigris, originate from the Armenian mountain and merge with the Persian Sea. And this civilization, that is Mesopotamian civilization, flourished in the region where the modern Iraq is situated. 4 civilizations emerged and declined in Mesopotamia. They were the Sumerian civilization, the Babylonian civilization, the Assyrian civilization, and the Chaldean civilization. Now let us discuss the important features of Mesopotamia. The fertile soil of Mesopotamia helped the progress in agriculture, which led to trade and growth of cities. That is, the fertility of the soil led to surplus production, which led to trade and growth of cities. Ur, Uruk and Lagash were the major cities of Mesopotamia. Wherever trade developed, those places gradually emerged as cities. The Mesopotamian city Uruk was perhaps the largest city in the world during those days. Since trade developed, it became essential to record the account of exchanged goods, which led to the development of art of writing. That is, they developed the art of writing for the purpose of recording the account of exchanged goods. അതായത് കച്ചവടത്തിൻ്റെ വളർച്ചയോടുകൂടി കൈമാറ്റം ചെയ്യപ്പെടുന്ന ഉൽപ്പന്നങ്ങളുടെ രേഖപ്പെടുത്തലുകൾ ആവശ്യമായിട്ട് വന്നു. അത് എഴുത്തുവിദ്യയുടെ വളർച്ചയ്ക്ക് കാരണമായി. And the Mesopotamian system of writing is known as cuneiform. The Mesopotamian system of writing is known as cuneiform. This script was wedge-shaped. Wedge-shaped means wider at the apex and sharp towards the edge. അതായത് ഒരു മോൾ ഭാഗം കനം കൂടിയും താഴേക്ക് വരുന്നതോറും കനം കുറഞ്ഞ ഒരു ഷേപ്പാണ്. ദാറ്റ് ഈസ് വെഡ്ജ് ഷേപ്ഡ്. And they were written on the smooth surface of wet clay tablets. This cuneiform script, it was written on the smooth surface of wet clay tablets. The tablets were then baked in the sun. A huge collection of these tablets has been found. Most of them were related to trade. So they used these tablets mainly for trade purpose. And a sharp stylus was used for writing. For writing these tablets, they used a sharp stylus. Stylus means a sharp writing implement of ancient type. എഴുത്താണി എന്ന് പറയും.
Like Egyptians, the Mesopotamians also formulated a calendar based on the movement of the moon, that is a lunar calendar. They divided a year into 12 months, a month into 4 weeks, and a day into 24 hours. And they knew division, multiplication, and square root. Ziggurat, a temple, is an evidence for their architectural skill, which are constructed in cities. The picture which you are seeing now is Ziggurat. It's a temple built in cities. These temples were built on artificial hillocks using bricks. Are you not surprised to see such a kind of construction which was done centuries back? Really amazing, isn't it? So let me repeat the features of Mesopotamia. The Mesopotamian soil, it was fertile. It helped the agricultural progress, which led to trade and growth of cities. Main cities were Ur, Uruk and Lagash. Since the trade developed, it became essential to record the account of exchanged goods. So students, the last civilization which we are going to study is Chinese civilization. Chinese civilization flourished on the banks of the river Huanghe. River Huanghe is also known as Yellow River. Why do you think it is called Yellow River? As the river carries a large amount of silt along with it, as you can see in the picture. സിൽട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്കൽ മണ്ണ് അഥവാ ഊറൽ മണ്ണ്, ചളിമണ്ണ് എന്നൊക്കെ പറയും. Now let us discuss the important features of Chinese civilization. Agriculture was the main occupation of the people. They were skillful in weaving, making pottery and silk production. They formulated a calendar consist of 365 and half days. And children, do you know one thing? The script existed in ancient China was pictographic, not alphabetic. And later it developed into ideographic. അതായത് ആദ്യകാലത്ത് അവർ അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങളായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് അത് ഐഡിയോഗ്രാഫിക് സ്ക്രിപ്റ്റ് ആയിട്ട് മാറി. അതായത് അവർ ചിഹ്നങ്ങൾ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. So children, in this chapter we have discussed about some of the Bronze Age civilizations, agricultural progress, development of trade, art of writing, progress in the field of science and maths were some of the remarkable common features of these civilizations. By this, our second chapter over. Hope you all have understood well. Go through the textbook. If you have any doubt, clarify with me through WhatsApp, and we will see in the next class. Bye.